നമുക്കൊപ്പം മിനിസ്റ്റർ ചേരുന്നുണ്ട് ശ്രീ റോഷി അഗസ്റ്റിൻ. ഒപ്പം ജിയോളജിസ്റ്റ് നമുക്കൊപ്പം ചേരുന്നു. നേരത്തെ കണക്ഷൻ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഡോക്ടർ സി പി രാജേന്ദ്രൻ. ഒപ്പം ഡാം സുരക്ഷാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുണ്ട്. ജിയോളജിസ്റ്റ് ഡോക്ടർ സി പി രാജേന്ദ്രനും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും നമുക്കൊപ്പം ചേരും. ഒപ്പം മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ നമുക്കൊപ്പമുണ്ട് തത്സമയം. മിനിസ്റ്ററോട് ഞാൻ ഇന്നലെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ വളരെ അനുഭാവപൂർവമായ നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഞാൻ മിനിസ്റ്ററോട് ചില കാര്യങ്ങൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ വേണ്ടി സർക്കാരിൻ്റെ തീരുമാനത്തിനു വേണ്ടി ചില കാര്യങ്ങൾ പ്രേക്ഷകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം അങ്ങ് തിരക്കിലാണെന്നറിയാമെങ്കിലും ചേർന്നതിൽ നന്ദി. ഞാൻ അങ്ങേ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നമ്മളൊരു ഷെഡ്യൂളിനിടയിൽ 2 ദിവസവും കൂടി ഒരുമിച്ച് വന്നില്ല. പക്ഷേ എങ്കിലും എനിക്കറിയാം അങ്ങയുടെ ഹൃദയം ഇവിടെ തന്നെയുണ്ട്. കാരണം ഈ സമരപ്പന്തലിൽ താങ്കൾ 12 ദിവസത്തോളം നിരാഹാരം അനുഷ്ഠിച്ച ആളാണ് എന്നെനിക്കറിയാം. അന്നുള്ള അതേ തീവ്രത ഇപ്പോഴും താങ്കളുടെ ഉള്ളിലുണ്ടോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ? അതാണ് ജനങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റവും വന്നിട്ടില്ല. മാത്രമല്ല, ഈ ചർച്ച നടക്കുന്ന സമയത്ത് എന്നോട് അവിടെ ആയിരിക്കാൻ ആവശ്യപ്പെട്ടത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ആദ്യം സ്വാഗതം ചെയ്തത്. എനിക്കിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോരാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അല്ല, മുല്ലപ്പെരിയാറിൽ ഈ വിഷയം ചപ്പാത്തി നടക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു. അന്നത്തെ അതേ വികാരവും അതേ നിലപാടും, ഒരു പുതിയ ഡാം ഉണ്ടാകണം, അത് നമ്മുടെ സുരക്ഷയെ കണക്കാക്കിയാണ്. അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തണം. തമിഴ്നാടിന് ജലം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഉത്തമമായ ബോധ്യം നമുക്കുണ്ട്. അങ്ങനെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇതിന് അനുയോജ്യമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ നിയമപരമായും കോടതിക്ക് വെളിയിലും ഏതൊക്കെ തലത്തിൽ നീങ്ങാം എന്നാണ് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ എൻ്റെ മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. പന്തലിൽ സമരം കിടക്കുന്ന സമയങ്ങളിൽ സമരമുഖത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടാനും, അതോടൊപ്പം ഞാൻ മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും പ്രതിനിധികൾ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാവരും അന്നും ഇന്നും ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അത് കുറേ കൂടി ഏത് തലത്തിലുള്ള നിലപാടുകളിലേക്ക് പോകാൻ സാധിക്കുമോ അത് ജനങ്ങളുടെ സുരക്ഷയെ കണക്കാക്കി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുതന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി എക്കാലവും ഞാൻ നിലകൊള്ളും. വളരെ സ്വാഗതാർഹമായ അഭിനന്ദനീയമായ ഒരു നിലപാടാണ്. തീർച്ചയായും അതിൽ നിന്ന് അങ്ങ് ഒരു സെക്കൻഡ് പോലും അങ്ങ് വ്യതിചലിച്ചിട്ടില്ല എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഇനി മിനിസ്റ്റർ, നമ്മളിതിലെ കാര്യത്തിലേക്ക് കൂടി വന്നാൽ, ഇപ്പോൾ ഡീൻ കുര്യാക്കോസുമായി അല്പസമയം മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മളുടെ നിർദ്ദേശപ്രകാരം ഡീൻ കുര്യാക്കോസ് തന്നെ സംബന്ധിച്ചൊരു കാര്യം, നമുക്ക് പല തലത്തിലുള്ള ചർച്ചകൾ ആവശ്യമുണ്ട്. അതിനു മുൻപ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി 2002 സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ. അപ്പോൾ ആ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലേക്കോ അല്ലെങ്കിൽ മേൽനോട്ടത്തിലേക്കോ ഈ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ? അഥവാ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഓപ്പറേഷണലൈസ് ചെയ്ത് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ സംബന്ധിച്ച അവസാനത്തെ വാക്കായി മാറ്റേണ്ടതല്ലേ? അതിന് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമോ? അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ താങ്കൾ സമ്മർദ്ദം ചെലുത്തുമോ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. സംസ്ഥാനങ്ങൾക്കകത്ത് നിൽക്കുന്ന ഡാമുകളെ സംബന്ധിച്ചിടത്തോളം അത് ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ പരിധി വരും. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് ഇഷ്യൂസ് നിലനിൽക്കുന്ന ഡാമുകളെ സംബന്ധിച്ചിടത്തോളം അത് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിധിയിൽ വരാം. അതിന് പ്രത്യേകമായി അങ്ങനെ ഒരു കൺസിഡറേഷൻ ആക്ട് വന്നതിന് ശേഷം ചെയ്യേണ്ടതുണ്ടോ? അതുതന്നെയാണല്ലോ വേണ്ടത്. അക്കാര്യത്തിൽ ആരാണ് തർക്കം ഉന്നയിച്ചത്? ഇത് ഇന്ത്യ രാജ്യത്തെല്ലാം ഒരുപോലെയല്ലേ? ആ വാദഗതികൾ തമിഴ്നാടും കേരളവും തമ്മിൽ ഈ ഡാമിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളിലും അതിൻ്റെ മറ്റ് പല കാര്യങ്ങളിലുമുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഇഷ്യൂ പോലെയാണ് ഇത് നിൽക്കുന്നത്. പറമ്പിക്കുളം, ആളിയാർ ഉൾപ്പെടെ അങ്ങനെയുള്ള ഡാമുകൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ റിവ്യൂവിൽ വരുന്നതിന് അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വരുമല്ലോ. നമുക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ നമുക്ക് അതൊരു സമ്മർദ്ദം ചെലുത്തേണ്ടതല്ലേ? അല്ലല്ല, തീർച്ചയായിട്ടും അത് വരേണ്ടതാണ്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2002
എനിക്ക് 2001 നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് വന്നതിനു ശേഷം അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരം ഇൻഡർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടുകൾ അടക്കമുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്കും അപ്പുറം സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അങ്ങനെ ഒരു ഏജൻസി അത് ഏറ്റെടുക്കണം. പക്ഷേ ഏജൻസി ഏറ്റെടുക്കുന്നില്ല. ഇപ്പോഴും അത് തമിഴ്നാടും കേരളവും 2 സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നിൽക്കുന്നു. സുപ്രീം കോടതിയിലാണ് പിന്നെയുള്ള ലിറ്റിഗേഷൻ പോകുന്നത്. അതല്ല വേണ്ടത്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി അത് ഏറ്റെടുക്കണം എന്നുള്ളത് നമുക്കൊരു ക്യാമ്പയിനായി ഈ സർക്കാരിന് ഏറ്റെടുത്തുകൂടെ? അത് തമിഴ്നാട് സർക്കാരിനും വിരോധമുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കില്ലല്ലോ. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ നമുക്കൊരു സമ്മർദ്ദം ചെലുത്തുന്നതിന്? അല്ല, ഞാൻ പറഞ്ഞത് അതിന് തടസ്സത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ നേരെ മറിച്ച് സ്വാഭാവികമായും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പെർവ്യൂവിൽ ഇത് വരുമല്ലോ. ഇപ്പം ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പറയുമ്പോഴും അത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ അതോറിറ്റി തന്നെ വരുന്നതാണല്ലോ എന്നാണ് ഞാൻ സൂചിപ്പിച്ചൊരു വിഷയം. രണ്ടാമതൊരു കാര്യം അറിയാമല്ലോ, ഇപ്പോൾ ഡോക്ടർ അരുൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സുപ്രീം കോടതിയിൽ നിൽക്കുന്നൊരു കേസുമായി കൂടെ ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്ന സന്ദർഭത്തിൽ കോടതിക്ക് വെളിയിൽ ഇക്കാര്യങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പറ്റും, അതിനേതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ പോസിറ്റീവായ സമീപനമാണ് നമുക്കുള്ളത്. നമുക്ക് 2 ലക്ഷ്യമുള്ളൂ. ഒന്ന് സുരക്ഷ, 2 തമിഴ്നാടിന് വെള്ളം. ഈ കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് അടുക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകാര്യമാണ്. ചോദിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ കാരണം തീർച്ചയായും ഇതിൽ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഈ ജനതയെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവരെ നമുക്ക് അവരിൽ ആശങ്ക മാറ്റി അവബോധമുണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഞങ്ങളിത് ആവശ്യപ്പെടുന്നത്. നമുക്കിത് ഇതുവരെയും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി അത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൂടി നമുക്ക് നൽകാവുന്നതല്ലേ? ഇതൊരു തുടക്കമാണ്, ഇതൊരു ക്യാമ്പയിൻ്റെ തുടക്കമാണ്. അത് ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ. അത് ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ നടപടി വരണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾ സംസാരിച്ച മുഴുവൻ ആളുകളും അങ്ങനെ ഒരു അഭിപ്രായമാണ്, ഏകാഭിപ്രായമാണ് ഇടുക്കിയിൽ നിന്ന് കേട്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ MP-മാരുടെ പല തലങ്ങളിലുള്ള ചർച്ചകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണ്. ഓക്കെ, ശരി. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇത് ഏറ്റെടുത്താൽ പ്രശ്നപരിഹാരത്തിന് സാധ്യമാകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നതെങ്കിൽ അത് പരിശോധിക്കും, യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ വിഷയം